ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കാഞ്ഞങ്ങാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് ട്രെയിൻ കയറാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ട്രെയിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനുക്കുട്ടിയാണെങ്കിൽ അവൾക്ക് ഓർമ്മ വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രെയിനൊക്കെ കാണുന്നത്. മറ്റേത് 2 വയസ്സിലൊക്കെയാണ് ഞങ്ങൾ ലാസ്റ്റ് ട്രെയിനിൽ പോയത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഓർമ്മയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇന്നവളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആൾക്ക്. അപ്പോൾ ഇത് ഒരു മാമനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മാമനും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ ട്രെയിനിൽ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാനുക്കുട്ടീനെ എടുത്തിട്ടൊക്കെ വേണം കയറാൻ. 2 ലഗേജും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ കയറി. അപ്പോൾ കയറിയപ്പോഴാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്ക് ഗൈസ്, ഇരിക്കാനൊന്നും സീറ്റേ ഇല്ല, അമ്മാതിരി തിരക്ക്. അപ്പോൾ ജാനുക്കുട്ടിയാണെങ്കിൽ കിണിങ്ങിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ആൾ മോർണിംഗ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ബാഗിൽ ലേസും ചോക്ലേറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കറിയാണെങ്കിൽ കൊടുക്കുക വെച്ചിട്ട്. അപ്പോൾ ആളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അത് കിട്ടാനൊക്കെ ആയിട്ടുള്ളൊരിങ്ങനെ വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വിൻഡോ സീറ്റ് നമുക്ക് കുറച്ചധികം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പം നമ്മൾ വിൻഡോ സീറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ടു. പിന്നെ ഒന്നിരുന്നപ്പോൾ പകുതി സീറ്റ് കിട്ടിയിട്ടോ ഗൈസ്, കുറച്ച് ഒന്ന് ഇരിക്കാം എന്ന് മാത്രമുള്ള രീതിയിലായിട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ സീറ്റ് കിട്ടിയപ്പോൾ തന്നെ സമാധാനമായി. കാരണം തിരക്കിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒന്നും കൂടിയിട്ടുള്ളതല്ലേ. പക്ഷെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ കിട്ടി. അപ്പോൾ ജാനു ആണെങ്കിൽ ഭയങ്കര വാശിയിലാണ് കേട്ടോ, ഇതെന്താ എത്താത്തത്, എപ്പോഴെത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. കുറേ നേരം കരയും, പിന്നെ കുഴപ്പമില്ല, പിന്നെ ഓക്കെ ആവും, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിണീറ്റൊക്കെ ഇങ്ങനെ എങ്ങനെയോ സമയം പോയതറിഞ്ഞില്ല ഗൈസ്, ഇവളുടെ വാശി കാരണം. പിന്നെ അവിടെ നിന്ന് സീറ്റ് ഭയങ്കര കാലിയായിരുന്നു, ഒരാൾ പോലും ഇരിക്കാനില്ലാത്ത അവസ്ഥ. അത്രയും തിരക്കൊക്കെ കുറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ മാമനൊക്കെ കിടക്കലൊക്കെ തുടങ്ങിയിട്ടോ. കാരണം അത്രയും സുഖമുള്ള യാത്രയായിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ട്. അപ്പം അങ്ങനെ ഗൈസ് നമ്മുടെ സ്റ്റോപ്പെത്തി, നമ്മൾ ഇറങ്ങി. കുറച്ച് നടക്കാനായിട്ടുണ്ട്, നടന്നിട്ട് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മളങ്ങനെ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഒരുപാട് നാളുകളായി ഇങ്ങോട്ട് വന്നിട്ട്, എന്താ പറയുക, വർഷമായെന്ന് തന്നെ പറയാം. അപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ടേക്കൊക്കെ വരുന്നത്. അപ്പോൾ വന്നു, എല്ലാവരെയും കണ്ടു, ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവിടെ വിഷുവൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇത്രയും അധികം കണിക്കൊന്ന ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത്. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ 2 നായ്ക്കുട്ടികളുണ്ട്, കോഴിയുണ്ട്, പൂച്ചയുണ്ട്. അപ്പോൾ ജാനുക്കുട്ടിയാണെങ്കിലും മൃഗസ്നേഹം കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവൾ അതിൻ്റേതായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ, ഫുള്ള് കളി വൈബ്. അതിന് എന്താ പറയുക, താലോലിക്കൊക്കെയാണ്, അതിനായിട്ട് കളിക്കുക, അതിന് പിന്നാലെ നടക്കുക, ഇതൊക്കെയായിരുന്നു കേട്ടോ അവളുടെ പരിപാടി. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരായാലും അതിനി അങ്ങോട്ടും തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു ഓൾ.